ഈ വരുന്ന ശത്രുക്കൾക്കെതിരിൽ എനിക്ക് ഒരാളെയും പ്രതീക്ഷയില്ല. നിന്നെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പടച്ചവനെ, നിന്റെ ഭവനത്തെ നീ സംരക്ഷിക്കണം. നിന്റെ വീടിന്റെ ശത്രു നിന്നോട് ശത്രുത പുലർത്തുന്നവനാണ്. നിന്റെ ഈ വീടിന്റെ ഇതിന്റെ പരിപാവനത്വം ഇത് നശിപ്പിക്കുന്നതിനെ നീ തടയണേ എന്ന് അവര് പ്രാർത്ഥിക്കുകയാണ്. ആര്? അബ്ദുൽ മുത്തലിബും ഖുറൈശികളും പ്രാർത്ഥിച്ചു. ഏതാ അല്ലാഹ്? അല്ലാഹ് ഏതാണ്? ആ അല്ലാഹ്, അവര് വിളിച്ച അല്ലാഹ് ഏതാനാ നിങ്ങൾ പറയേണ്ടത്? നാം പറയുന്നു അത് നമ്മൾ പറയുന്ന അതേ അല്ലാഹ് തന്നെയാണ്. ഇവര് പറയുമോ? അല്ലെങ്കിൽ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, കഴിയുമോ? അത് വേറെ അല്ലാഹയുടെ, നിങ്ങൾ അതും പറയും, അതിലപ്പുറം പറയും. അവര് പ്രാർത്ഥിച്ചു അല്ലാഹനോട്. ഒരു വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? അല്ലാഹനോട് വിളിച്ചു പ്രാർത്ഥിച്ചു മുശ്രിക്കുകൾ എന്ന് പറയുന്നില്ലേ? ഫൈദാ റകിബൂ ഫിൽ ഫുൽക്കി. ഞാൻ ആയത്തോതിട്ട് നീട്ടുന്നില്ല, ചുരുക്കി പറയട്ടെ, ആശയം പറയാം. സമുദ്രത്തിലൂടെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, തിരമാലകൾ അവരെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ നമുക്ക് കാണാം എന്താ അള്ളാഹ് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്ന് തഫ്സീറിൽ കാണാം. അന്നഹും ഇദൻഖതാ റജാഉഹും അനിദ് ദുനിയാ റജഉ ഇലൽ ഫിത്രത്തി ശാഹിദത്തി ബിത്തൗഹീദി വവഹദു വഅഖ്ലസൂ. അവരങ്ങനെ പ്രയാസം വന്നു കഴിഞ്ഞാൽ, ദുനിയാവിനെ പറ്റിയുള്ള പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരതാ ശുദ്ധമായ തൗഹീദിലേക്ക് മടങ്ങുന്നു. അവരുടെ ഫിത്രത്ത്, പ്രകൃതി, അള്ളയാണ് രക്ഷിക്കാൻ കഴിവുള്ളവൻ എന്നതിലേക്ക് അവർ മടങ്ങും. അവരേകനാക്കും, നിഷ്കളങ്കരായിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹു ചെയ്തതിനെ പറ്റി മുഫസ്സിർ പറയണത് ഫൈദാ അൻജാഹും. അങ്ങനെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ, ശരിക്കും ശ്രദ്ധിച്ചോ, അള്ളാഹു അവരെ വിളി കേട്ടിട്ട് അള്ളാഹ് അവരെ രക്ഷപ്പെടുത്തിയാൽ ആദു ഇലാമാ കാനൂ അലൈഹി മിൻ ഹുബ്ബിദ് ദുനിയാ വഅശ്റഖു. അവരാ പഴയ ശിർക്കിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകും. അപ്പൊ ആരെയാണ് ഇവര് അള്ളാഹ് പേരിട്ട് വിളിച്ചത്? ഏത് അള്ളയാ അവർക്ക് ഉത്തരം കൊടുത്തത്? പേരോടിന് വാദമുണ്ടോ? കടലിൽ വെച്ച് മുശ്രിക്ക് പ്രാർത്ഥിച്ചപ്പോ ഉത്തരം കൊടുത്തു എന്ന് പറയുന്നില്ലേ? ആ ഉത്തരം കൊടുത്ത അള്ളാഹ് സങ്കല്പത്തിൽ അള്ളാഹ് ഉത്തരം കൊടുക്കുവോ? സങ്കല്പത്തിലുള്ളവരെ അള്ളാഹു ഉത്തരം കൊടുക്കുവോ പേരോട് മുസ്ലിയാരെ? അപ്പൊ ഒറിജിനൽ അള്ളാഹ്ന്നല്ലേ അത്? ഒറിജിനൽ അള്ളാഹിനെ തന്നെയല്ലേ അവർ ദുആ ചെയ്തത്? ആ അള്ളാഹ് ആയതുകൊണ്ടല്ലേ ആ അള്ളാഹ് അവർക്ക് ഉത്തരവും കൊടുത്തത്? നിങ്ങളുടെ വാദപ്രകാരം അവർ വിളിച്ചത് വേറൊരു അള്ളാഹിനെ, ഉത്തരം കൊടുത്തൊരു സങ്കല്പത്തിലുള്ള അള്ളാഹ്. അപ്പൊ സങ്കല്പത്തിലുള്ള ഒരു അള്ളാഹ് ഉത്തരം കൊടുക്കുന്ന ഒരു അള്ളാഹ് ഉണ്ടല്ലേ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്? ഇനി സഹോദരന്മാരെ, അതാ നമുക്ക് തഫ്സീറിൽ വീണ്ടും കാണാം. ദആഹു, അള്ളാഹിനെ വിളിക്കും, മുഖ്ലിസൻ, ആത്മാർത്ഥമായിട്ട് വിളിക്കും. ഐ, അതായത് യത്റുക്കു, അവൻ ഒഴിവാക്കും, കുല്ലമൻ അദാഹു, അല്ലാത്തവരൊക്കെ അവൻ ആ സമയത്ത് ഉപേക്ഷിക്കും. വയൻസാ, അവൻ മറക്കുകയും ചെയ്യും. ജമീഅ മൻ സിവാഹു, അല്ലാഹുവിന് പുറമേയുള്ള സർവരെയും അവൻ മറക്കുകയും ചെയ്യും. ഇവിടെ ഈ ദആഹു എന്ന് പറഞ്ഞില്ലേ, അവനെ വിളിക്കുന്നു അള്ളാനെ. ഏതല്ലയാത്? ഏതല്ലയാണത്? അതാ നിങ്ങൾ പറയേണ്ടത്. ഏത് കുട്ടിക്കും മനസ്സിലാവും.